സ്വപ്നം പോലെ സുന്ദരമായ ഒരു സ്ഥലമാണ് ചെമ്പകരാമൻ പുത്തൂർ. ആരൽവായ്മൊഴിയിലെ കാറ്റാടിപ്പാടങ്ങൾ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. ഇവിടെ മലകൾക്കിടയിലെ വിടവിലൂടെ സദാസമയവും ശക്തമായി കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. അതിനാൽ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് ആരൽവായ്മൊഴിയിൽ ഉള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തന്ത്രപ്രധാനമായ ഒരു പർവ്വത ചുരം കൂടിയാണ് ആരൽവായ്മൊഴി ചുരം. പഴയ തിരുവിതാംകൂറിനെ അന്നത്തെ മദ്രാസുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ പർവ്വത ചുരം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ചേരന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും അധിനിവേശങ്ങൾക്കും ഈ പർവ്വത ചുരം സാക്ഷ്യം വഹിച്ചു എന്നതാണ് ചരിത്രം. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണാട് രാജാക്കന്മാരും പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരും ഇവിടെ ഒരു കോട്ട പണി കഴിപ്പിച്ച് പരിപാലിച്ചിരുന്നു. ചെമ്പകരാമൻ പുത്തൂർ എന്ന പേരിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ തൻ്റെ വിശ്വസ്തനായ രാമയ്യൻ ദളവയ്ക്ക് നൽകിയ ചെമ്പകരാമൻ എന്ന പട്ടത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ചെമ്പകരാമൻ പുത്തൂർ എന്ന പേര് ലഭിച്ചത്. ഇവിടെ മലകളുടെ അടിവാരത്തായി വയലുകളോട് ചേർന്ന് ഒരു പിള്ളയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പിള്ളയാർ എന്നാൽ ഗണപതി. ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുൻപ് ഈ ക്ഷേത്രം ആദിച്ചൻ പുതുവൂർ എന്ന ഗ്രാമത്തിലായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഗ്രാമവാസികൾ ചെമ്പകരാമൻ പുത്തൂരിലേക്ക് താമസം മാറിയപ്പോൾ ഈ വിനായക ക്ഷേത്രം അവിടെ തന്നെ അവശേഷിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം. വിജയനഗര സാമ്രാജ്യത്തിലെ നായകന്മാരുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ വിപുലീകരിച്ചത്. പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം തമിഴ് ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ വിനായക വിഗ്രഹം ശ്രീകോവിലിന് ഉള്ളിലാണ് പ്രതിഷ്ഠിക്കാറുള്ളതെങ്കിൽ ഇവിടെ വിഗ്രഹം അർദ്ധ മണ്ഡപത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വർഷത്തിൽ 3 ദിവസം സൂര്യരശ്മികൾ മണ്ഡപത്തിലെ ജാലകത്തിലൂടെ ഉള്ളിലുള്ള ശിവലിംഗത്തിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. വർഷങ്ങൾക്ക് മുന്നേ ഈ അമ്പലം നെൽവയലുകൾക്ക് നടുവിലായിരുന്നു. ഇപ്പോൾ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നെൽകൃഷി ഇല്ല. എന്നാൽ കുറച്ചു മാറി ഇപ്പോഴും നെൽവയലുകൾ തന്നെയാണ്. ദൂരെ മലകളുടെ അടിവാരം വരെ അത് വ്യാപിച്ചു കിടക്കുന്നു. അത്രയും പഴക്കമുള്ള ഈ ക്ഷേത്രം ജീർണതകളെ അവഗണിച്ച് കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും ഇവിടെ തല ഉയർത്തി നിൽക്കുന്നു. പിള്ളയാർ ക്ഷേത്രത്തിന് തൊട്ടടുത്തു തന്നെയുള്ള ശ്രീ രാമസ്വാമി ക്ഷേത്രവും അവിടുത്തെ സംഗീതം പൊഴിക്കുന്ന കൽത്തൂണുകളും മറ്റൊരു അത്ഭുതമാണ്. ഇതുപോലെയുള്ള നിർമ്മിതികൾ പൈതൃക സ്മാരകങ്ങളായി നിലനിർത്തപ്പെടേണ്ടിയിരുന്നവ ആണ്. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും ഇവിടെ കാണാനില്ല.